ഈ സിനിമ എന്തെങ്കിലും വ്യത്യസ്തമാക്കുന്നുണ്ടോ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ? നമുക്ക് ഓരോ സിനിമകളിൽ നമ്മൾ ഇറങ്ങുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ പ്രമേയങ്ങളും വ്യത്യസ്തമായ അവതരണമാണ് നമ്മൾ അട്രാക്ട് ചെയ്യിക്കപ്പെടും. നമ്മൾ ഒരുപാട് കാലം ഒരു പ്രണയകഥ കണ്ടിട്ട് ഇത്രയും മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു പ്രണയകഥ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും. എന്നും അതിന് പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും ജനത്തിന്റെ കണ്ണു നനയിക്കുന്ന സിനിമയാണ് എപ്പോഴും കൂടുതൽ കാലം ഓർത്തു വെക്കാൻ. കോമഡി സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്യെങ്കിലും പിന്നെ നമ്മൾ മറന്നു പോകും കുറച്ച് കഴിയുമ്പോൾ. അത് സമയത്ത് എവിടെയെങ്കിലും നമ്മുടെ കണ്ണൊന്ന് നനയിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് മുറിവേൽപ്പിച്ചാൽ ആ സിനിമ ഒരുപാട് കാലം പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാവും. നമ്മൾ ആലോചിച്ചറിയാം അങ്ങനത്തെ സിനിമകളാണ് എന്നും നമ്മൾ ഓർക്കുന്നത്. എന്തുകൊണ്ടാണ് ചിത്രം ഇത്രയും വലിയ ഹിറ്റായ സമയത്തും അവസാനം നമ്മുടെ പ്രേക്ഷകന്റെ കണ്ണ് നനയിച്ചിട്ടാണ് ആ സിനിമ പ്രേക്ഷകൻ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. നമ്മൾ ഈ സിനിമ കണ്ടാൽ കുറേ ദിവസത്തേക്ക് നമ്മുടെ മനസ്സിൽ ഈ സിനിമ മാറില്ല. ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ് ഞാനത് പറയുന്നത്. നല്ല ഡയലോഗ്സ് തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെയൊക്കെ ഇമോഷൻസ് ഒക്കെ ഏത് തലമുറ ആണെങ്കിലും ഒരു കൂടെ കണക്റ്റഡ് ആവുന്നില്ല. ഞാൻ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും ബന്ധമുണ്ടായത് പോലെ തന്നെ എൻ്റെ മക്കൾക്ക് എന്നോടുണ്ടാകും എന്നതുപോലെയാണ്. അത് ഏത് തലമുറ വന്നാലും ഇമോഷണലി കണക്റ്റഡ് ആവാൻ ഒരുപക്ഷെ ചില തമാശകളൊക്കെ ഇപ്പൊ പുതിയ തലമുറയിൽ പറയുന്ന തമാശകൾ ചിലപ്പോൾ പഴയ തലമുറയിലെ ആളുകൾക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അന്ന് പറയുന്ന തമാശകളൊക്കെ പുതിയ തലമുറ എൻജോയ് ചെയ്തില്ല എന്നിരിക്കും. അങ്ങനെയൊക്കെ വന്നാലും ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാ തലമുറകൾക്കും മനസ്സിലാക്കും. എല്ലാ തലമുറയിലെ കുട്ടികളൊക്കെ അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന കുട്ടികൾ തന്നെയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ഇമോഷണലാണ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ. പെട്ടെന്ന് തന്നെ അവർ റിയാക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ പ്രേക്ഷകർ ഈ പടം എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. നിങ്ങളൊക്കെ പടം കണ്ടതല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നണം? എൻജോയ് ചെയ്തല്ലേ അല്ലേ? കുറേ സിനിമകളിൽ പ്രണയമുണ്ട്. മന്തിപ്പൻ തൊട്ട് പ്രണയമുണ്ട്, സൂഫി സിദ്ധാന്തയിൽ പ്രണയമുണ്ട്, ജൂണില് പ്രണയമുണ്ട്. പക്ഷെ ഒരു ഇന്റൻസ് ലവ് എന്ന് പറയുന്ന ഒരു ജോണർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് അത്രയും ഇന്റൻസ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓഡിയൻസ് ആണ് പറയേണ്ടത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് സാറെത്തുമ്പോൾ മറ്റു സിനിമ എന്തെങ്കിലും വ്യത്യസ്തമായി തോന്നിയോ? അല്ല, ഡെഫിനറ്റ്ലി. ബിക്കോസ് ന്യൂ കമേഴ്സ് ആണ്. സാജിദ് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പം ഞാൻ ഒരു 15 ന്യൂ ഡയറക്ടേഴ്സിനെ ചെയ്തതാണ്. അപ്പം ഒരു സുഹൃത്ത് എന്ന് പറയുന്ന രീതിയിൽ സാജിദ് ഡയറക്ട് ചെയ്യുന്ന സാജിദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം. അപ്പൊ അതിലൊരു കുറവ് വരുത്താൻ എനിക്ക് പറ്റില്ല. കാരണം അത്രയും നമുക്കറിയാം. 5 വർഷമായിട്ട് സാജിദ് കൊണ്ടു നടക്കുന്ന പെറ്റായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ പുള്ളി 5 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന പുള്ളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ടെൻഷനാണ്. കാരണം പിന്നെ അതിനകത്ത് ഒരു കുറവും വരുത്താൻ പറ്റില്ല. അത് അപ്പം അത്രയും ലൊക്കേഷൻസ് ഉണ്ട്, അത്രയും സീൻസ് ഉണ്ട്, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അത് നമ്മൾ പ്രൈഡ് ഓഫ് ഫിലിം അതിന് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യൂ കമേഴ്സിൽ നിന്നും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് സാജിദ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ വരുന്ന പടം റിലീസാകുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ സാധനമാണ്. പോലെയല്ല. എനിക്ക് ഇമോഷണലി ഭയങ്കര ഇതായിരുന്നു പ്രതീക്ഷ. തിയേറ്ററിൽ വന്ന് കാണാൻ സപ്പോർട്ടേഴ്സ് കണക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു അപ്പന്റെ പ്രണയവും അതുപോലെ അപ്പന്റെ സ്നേഹവും ഒരു അതുപോലുള്ള കുറെ വികാരമായിട്ടുള്ള ഓരോ രംഗങ്ങളുണ്ടായിരുന്നു. എന്ത് പ്രതികരണം? ഉമ്മയും രണ്ടാളും മക്കളും ആദ്യമായിട്ടാണ് എന്റെ സ്ക്രീനിൽ കാണുന്നത്. അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞു ഭയങ്കര ഇമോഷണലാണ്. ഡ്രീം സാധിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു ബ്ലെസ്സിങ് ആണ്. അതിന്ന് എനിക്ക് പറ്റിയത്. അതിൻ്റെ ഒരു അത്ഭുതമായിട്ട് മാറിയിട്ടില്ല. ഒത്തിരി ഡയലോഗുകൾ നമ്മൾ മനസ്സിൽ പതിക്കുന്ന ഡയലോഗുകൾ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ യുവതലമുറയിലേക്ക് ബാധിക്കുന്നു.
കണ്ടറിയാം. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയ ഡയലോഗ്സ്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടുന്ന ഡയലോഗ്സ് ആണ്. അത് നിങ്ങൾ കണ്ടിട്ട് പറയാം, നിങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുക. സിനിമയിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ വളരെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു പടമായി ഇപ്പൊ നിങ്ങൾ കണ്ടത്. സോ നിങ്ങൾ പടം സ്വീകരിച്ചു, ക്യാരക്ടേഴ്സ് സ്വീകരിച്ചു, അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുക. നിങ്ങളുടെ കൽവിലേക്ക് കയറിയെന്ന് വിശ്വസിക്കുന്നു ഈ പടം. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് അത് കേട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഈ ക്യാരക്ടേഴ്സ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു, ഈ പടം സ്വീകരിച്ചു. താങ്ക് യു സോ മച്ച്. അത് കേട്ടാൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ് വ്യക്തിയുടെ കൂടെ രണ്ടാമത്തെ പടം തന്നെ ചെയ്യാൻ, അതും ഇത്രയും വലിയൊരു ക്യാൻവസിൽ ഇത്രയും സീൻസ് ചെയ്യാൻ, ഒരു പ്രധാന ഭാഗമായിട്ട് ചെയ്യാൻ പുള്ളി എന്നെ ഒരുപാട് എന്നെ പഠിപ്പിച്ചു. സെറ്റിൽ എന്നെ ഒരുപാട് കോൺഫിഡൻസ് തന്നെ പുള്ളി. ഐ ആം റിയലി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് എക്സ്പീരിയൻസ്. ശരിക്കും താങ്ക് യു.